ഷലോം, നെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പം ബസ്സിലാണ്. ബസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലവീവിൽ നിന്നും യെരുശലേമിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ടെലവീവിൽ വന്നിരുന്നു. അപ്പോൾ ടെലവീവിൽ നിന്ന് വന്നിട്ട് തിരിച്ച് ഞാനിപ്പോൾ ടെലവീവിൽ നിന്ന് നേരെ യെരുശലേമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ബസ്സിലിരുന്നു എന്നെ കുറച്ച് നേരം ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ബസ്സിൽ നിന്ന് കുറേ സമയമുണ്ട്, ലൈവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ടെലവീവിൽ നിന്നും യെരുശലേമിലേക്ക് പോയി എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ, മാക്സിമം 1.25 മണിക്കൂറാണ്. ട്രാഫിക്കൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ പോയി നമുക്ക് ടെലവീവിൽ നിന്നും യെരുശലേമിലേക്ക് എത്താൻ പറ്റും. കാരണം നമ്മുടെ ജീവൻ കിടക്കുന്നത് യെരുശലേമിലാണ്. അപ്പോൾ ടെലവീവിൽ ഞാനൊരു ആവശ്യമായിട്ട് രാവിലെ വന്നതാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ടെലവീവിലുള്ള വീഡിയോസൊക്കെ ഞാനൊന്ന് പകർത്തിയിരുന്നു. നിങ്ങൾക്ക് ടെലവീവിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ പകർത്തിയിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്ന ബസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ബസ് സർവീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ മെഴ്സിഡസ് ബെൻസാണ് നമ്മുടെ ബസ് സർവീസ് എന്നൊക്കെ പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യം, നമുക്ക് എത്ര ലോങ്ങിൽ യാത്ര ചെയ്താലും ശരീരത്തിന് ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നത്തില്ല. കാരണം മെഴ്സിഡസ് ബെൻസ് ആണല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൽ ബെൻസ് കാറൊക്കെ എടുത്ത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഗമയാണ്. ആൾക്കാരുടെ മുമ്പിൽ തങ്ങൾ ബെൻസിലാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നോർമലി. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ലോക്കൽ ട്രാൻസ്പോർട്ട് പോലും ബെൻസാണ്. ഇവിടെ മെഴ്സിഡസ് ബെൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മെഴ്സിഡസ് ബെൻസിലിരുന്ന് പോകുമ്പോൾ തന്നെ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. നമ്മളെന്തോ ഒരു സ്മൂത്തായിട്ട് ഒരു ട്രാവൽ ചെയ്ത് പോകുന്ന കണക്കാണ് നമുക്ക് ഫീൽ ആകുന്നത്. കാരണം ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശമാണ്. പക്ഷെ ടെലവീവ് എന്നൊക്കെ പറയുന്നത് ലാൻഡൊക്കെ നമ്മൾക്ക് ഭംഗിയുള്ള നല്ല ലാൻഡാണ് കേട്ടോ. നിങ്ങളത് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ടെലവീവിൽ നിന്നും യെരുശലേമിലേക്കുള്ള യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറേ പച്ചപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഒരു കേരളത്തിൻ്റെ പ്രതീതിയും ഒക്കെ തോന്നും. ഇസ്രായേലിൻ്റെ ആ മനോഹാരിത നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത്. നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇവിടെ രാവിലെ വരുന്ന സമയത്ത് ഇന്ന് കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാലാവസ്ഥ വെയിലുണ്ട് ഇന്ന് കാലാവസ്ഥയ്ക്ക്. ഇനി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയായിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ലൈവ് ചെയ്യാൻ, പുറത്തിറങ്ങി ലൈവൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ലൈവൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇനിയിപ്പം പുറത്തൊക്കെ ഇറങ്ങി ലൈവൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കെദ്രോൺ തോട് അത് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പൂക്കളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത് അറിയാൻ തുടങ്ങി, പച്ചപ്പൊക്കെ വരാൻ തുടങ്ങി. എന്തോ എനിക്കിന്ന് രാവിലെ ഈ ട്രാവൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു ട്രാവലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഇസ്രായേലിൻ്റെ ലാൻഡുകളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ പച്ചപ്പും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ദൈവത്തിന് എത്രയെന്നല്ലാണ്ട് നന്ദി പറഞ്ഞ് പോവുകയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും, മുന്തിരി നിനക്ക് ഫലം തരും, നീ വിതയ്ക്കുന്ന വിധം നിനക്ക് കൂടുതൽ ഫലം തരും, നീ കണ്ണുനീരോടുകൂടി വിതയ്ക്കും, ആർപ്പോടുകൂടി കൊയ്യും എന്നൊക്കെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെയാണ് സത്യത്തിൽ യെരുശലേം ഇസ്രായേലിൻ്റെ ഫലം. ഇസ്രായേലിനെ കാരണം കുറച്ച് ട്രാഫിക്ക് നമുക്ക് കാണാൻ പറ്റും ഈ പോകുന്ന സമയത്ത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോർമലാകും. നമുക്ക് ലാൻഡൊക്കെ കണ്ടു പോകാം. അപ്പോൾ വളരെയധികം സന്തോഷം പകരുന്ന ഒരു യാത്രയും കാഴ്ചയൊക്കെയാണ് ഈ ബസ് കാണിച്ചു തരേണ്ടത് നിങ്ങൾക്ക്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ബസ്സൊക്കെ മെഴ്സിഡസ് ബെൻസാണ്. അപ്പോൾ എല്ലാ സൗകര്യവും നമുക്കുണ്ട്. ഞാൻ AC ഇപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. കാരണം ചെറുതായിട്ടൊരു ചൂട് ഫീൽ ചെയ്തു. നമുക്ക് മൊബൈൽ ചാർജ് കുത്താൻ പറ്റും. പിന്നെ ലൈറ്റ് രാത്രികളിലായി കഴിഞ്ഞാൽ അവരവരുടെ അവിടെ അതിൽ തന്നെ ലൈറ്റുകൾ ഓൺ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഞാൻ ജാക്കറ്റ് മാറ്റിയിട്ടിരിക്കുക. കാരണം വെയിൽ വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റ് മാറ്റി. അപ്പോൾ കുറച്ച് ട്രാഫിക് നിങ്ങൾക്ക് ഫീലാകും. നമ്മളിപ്പം സിറ്റി കടന്നിട്ടേ ഉള്ളൂ. സിറ്റി കടന്നിട്ടില്ല. ടെലവീവിൻ്റെ സിറ്റി ഇങ്ങനെ കടന്നു പോകാനുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പോൾ 2-3 ദിവസത്തെ ഇങ്ങനെ മഴ പെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പച്ചപ്പൊക്കെ ഇങ്ങനെ അവിടെ ഇവിടങ്ങളിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങളിനി അങ്ങോട്ട് പോകുന്ന സമയത്ത് യെരുശലേമുമായിട്ട് ചേർന്ന് ടെലവീവിൻ്റെ അതിർത്തിയുമായി പങ്കിടുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അയ്യോ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും കേട്ടോ. സത്യം
മനോഹാരിതയും അതിൻ്റെ ഭംഗിയും ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ യെരുശലേമിനെന്ന്, ഇസ്രായേൽ എന്ന് പറയുന്ന നാടിന് എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു പോകും. കാരണം നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു പ്രതീതിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ബസ് കേരളത്തിലുണ്ട്, ബിജു സായി. ആ ബസ് കേരളത്തിലുണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്നവൻ തൻ്റെ കഴുത്തും കൂടി വെട്ടിക്കൊടുക്കണ്ടേ സഹോദര? ചുമ്മാ ഒന്നും ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. കേരളത്തിലുമുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, വോൾവോ ബസ്സുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ബസ്സുകൾ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്ത് പറയുന്ന ലോക്കൽ ട്രാൻസ്പോർട്ടിന്റെ സേവനം മാത്രം. നമ്മൾ സാധാരണ KSRTC പോലും നമ്മൾ നല്ല തുക കൊടുത്താൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇതിപ്പം ഞാൻ റീചാർജ് ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യം എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഇതെൻ്റെ കാർഡാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഇപ്പം എൻ്റെ പിക്ചർ ഇതിനകത്തുണ്ട്, ഇതെൻ്റെ കാർഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയി ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 225 ഷെക്കേലിനാണ് ഒരു മാസം റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ 225 ഷെക്കേൽ ആകുമ്പോഴത്തേക്കും നാട്ടിലെ 100 ഷെക്കേൽ ആകുമ്പോൾ 2200, 2400, 2500 മാക്സിമം കൂടിപ്പോയാൽ 2500 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഫുള്ള് നമുക്ക് ഇസ്രായേലിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം, വരാം, എന്ത് പറഞ്ഞാൽ ഏത് നേരത്ത് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അത് നമുക്ക് ഒരു മാസം ഫുള്ള് നമുക്ക് ട്രാവലിങ്ങിന് പറ്റിയ ഒന്നാണിത്. പക്ഷേ ഈ മാസം എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. 74 ഷെക്കേലിന് എനിക്ക് റീചാർജ് ചെയ്ത് കിട്ടി ഒരു മാസം ഫുള്ള്. അപ്പോൾ ഈ ഒരു മാസം ഫുള്ള് 74 ഷെക്കേലിന് റീചാർജ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി 1800 രൂപയെ നാട്ടിലേ ആകുന്നുള്ളൂ. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇസ്രായേലിൽ നമുക്ക് ഈ ഒരു മാസം ഫുള്ളും യാത്ര ചെയ്യാനായിട്ട് ഈ ഒരു കാർഡിന് കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ലോക്കൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഗുണമാണ്. സാജൻ ജോർജ്, അയിന് നിന്നെ ആരെങ്കിലും ഇവിടെ വിളിച്ചോ? അയിനെന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാനായിട്ട്. നിന്നോട് ആരാ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ? നിന്നെ വല്ലവരും ക്ഷണക്കത്തും എല്ലാം വിളിച്ചു വല്ലതും ചെറിച്ചാണ് വല്ലവൻ്റെയൊക്കെ പന്തിയിൽ കയറി കമ്മിറ്റിയിടാൻ നിനക്ക് നാണം ഉണ്ടോടാ? അയിനെ സാജൻ ജോർജ്, അയിന് പോലും നിന്നെ വല്ലവരും ഇവിടെ വിളിച്ചോ? ഞാനിവിടെ ലൈവ് കഴിഞ്ഞുകൊണ്ട് ഓടി വാടാന്ന് പറഞ്ഞ് നിന്നെ വീട്ടിൽ വന്ന് ക്ഷണക്കത്തും എല്ലാം തന്ന് ഞാൻ വിളിച്ചോ? നീ കയറി വന്നിട്ട് നീ അയിനെന്ന് പറയാനായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. ആ പച്ചപ്പ് കാണണമെങ്കിൽ അയ്യോ ഈ വെയിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ കർത്താവേ. കാരണം ഞാൻ പറഞ്ഞു 2-3 ആഴ്ചയായിട്ട് നല്ല മഴയുണ്ടായിരുന്നപ്പോൾ തന്നെ കണ്ടോ ആ ലാൻഡിൻ്റെ അകത്ത് വരുന്ന ഒരു പച്ചപ്പ് കണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടെലവിഷൻ നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല. ഏതാ ടെലവിഷൻ്റെ മെയിൻ സിറ്റി കഴിഞ്ഞ് പോയിട്ടില്ല നമ്മൾ. അത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ലാൻഡും കാര്യങ്ങളും ഭംഗിയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. ബിജു സായി, കേരള ഗോഡ്സ് ഓൺ അല്ല, ഇസ്രായേലാണ് ഗോഡ്സ് ഓൺ. തീർച്ചയായിട്ടും ഇസ്രായേലാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് തന്നെ. പിന്നെ കേരളം എന്ത് പറയുന്നത്, എപ്പോഴും നമ്മൾ എല്ലാത്തിനെയും അടിച്ചു മാറ്റുന്നൊരു ശീലം ഉണ്ടല്ലോ. നമ്മൾ പ്രഭുത്വ പൊട്ടന്മാരാണെങ്കിലും നമ്മൾ പ്രഭുത്വ കേരളം എന്ന് പറയത്തില്ലേ? പ്രഭുത്വ പൊട്ടന്മാരാണ് നമ്മൾ, പക്ഷെ പ്രഭുത്വ കേരളം നമ്മൾ നമ്പർ വൺ എല്ലാം പറഞ്ഞ് നടക്കാനായിട്ട് നമുക്ക് ഭയങ്കര മോഹമാണ്. സൗമ്യ ബിനീഷ്, സൗമ്യ പന്നിക്കൂട്ടം ഇറങ്ങി. അതേ, പന്നിക്കൂട്ടങ്ങൾ കുറേ എണ്ണങ്ങൾ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ വരെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര തണുപ്പായിരുന്നു, മഴയായിരുന്നു. അതുകൊണ്ട് മഴയായതുകൊണ്ട് തന്നെ നമുക്ക് നേരവണ്ണം എനിക്ക് പുറത്തിറങ്ങിയൊന്ന് ലൈവ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, എനിക്ക് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെദ്രോൺ താഴ്വരയിലൊക്കെ പോയി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മെയിനായിട്ടുള്ള സിറ്റി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ലാൻഡ് കാണിച്ച് പോകുന്ന ഭയങ്കര ഭംഗിയായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.
കാരണം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ ലാൻഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾക്ക് ഷ്കെദീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ നമ്മുടെ ആ മതിൽ കണ്ടില്ലേ, അത് പെത്തത്തിഖ്വ എന്ന് പറയും നമ്മുടെ ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ മതിൽ ഫുള്ള് കവർ ചെയ്ത് കഴിയണം നമുക്ക്. അത് കഴിഞ്ഞാലേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള വേ ആകത്തുള്ളൂ. ഇവിടെ കുറച്ച് ട്രാഫിക് ഈ പ്ലേസിൽ വരുമ്പോൾ കാണും. കാരണം രണ്ട് പ്ലേസിൽ നിന്നും വണ്ടികൾ കയറി വരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ട്രാഫിക് ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് വണ്ടി പോയി തുടങ്ങും. ഇപ്പുറത്ത് നിങ്ങൾക്ക് ട്രെയിൻ പാളമൊക്കെ കാണാൻ പറ്റും പോകുന്നത്. ഈ ട്രെയിൻ പാളമൊക്കെ ട്രെയിനിൽ പോകുന്നതും കുറച്ചുകൂടി ഫാസ്റ്റാണ് ബസ്സിൽ പോകുന്നതിനേക്കാൾ. ചില സമയം ട്രെയിനിനെ ബസ് കടത്തി വെട്ടിക്കാറുണ്ട്. കാരണം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ട്രെയിനിന് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം ഇതിനകത്തുണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ചെറിയ വെയിൽ മാറി മേഘങ്ങൾ വന്നപ്പോഴത്തേക്കും ചെറിയൊരു വെയിൽ മാറിയിട്ടുണ്ട്. എന്നാലും വെയിലുള്ളപ്പോഴാണ് അതിൻ്റെ കാഴ്ചയുടെ ഭംഗിയെങ്കിലും കൂടുതൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കുറേ ഇലകളൊക്കെ പോയി കിടക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻ്റർ സീസൺ ആയി കഴിയുമ്പോഴത്തേക്കും തന്നെ ഇലകളെല്ലാം തന്നെ വാടിത്തുടങ്ങും. ഇത് കണ്ടോ, ലാൻഡ് മുഴുവനും പച്ച കളർ നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ട്. ഇവിടെ മുഴുവനും കൃഷി നടക്കുകയാണ്. കൃഷി സ്ഥലങ്ങളാണ് ഇതെല്ലാം. അയ്യോ, ഈ വെയിലൊന്ന് വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. ആ മേഘം ഒന്ന് മാറിപ്പോയെങ്കിൽ ആ വെയിൽ, ആ ഒരു ബ്ലാക്ക് കാർമേഘം ഒന്ന് മാറിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ പ്രദേശങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ലാൻഡ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. അത് കുറച്ചുകൂടി അവിടെ വെട്ടമുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒട്ടും വെട്ടമില്ല. കണ്ടോ, അത് ഗോതമ്പാണ്, ഗോതമ്പ് കൃഷിയുടെ ആണ് ഈ ലാൻഡ്, കാണുന്ന ലാൻഡ്. ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഒരു മിനിറ്റ്. ഞാൻ ഓക്കെ വെയിലും മാറിയിട്ടുണ്ട്, ഇനി ഓക്കെയാണ്. എന്തായാലും വെള്ളങ്ങളെല്ലാം മഴ പെയ്തതെല്ലാം ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്, ഒന്നും തന്നെ നശിപ്പിച്ച് കളയാണ്ട്. അതെല്ലാം ഗോതമ്പിൻ്റെ പച്ചപ്പാണ് കാണുന്നത് തന്നെ. ഗോതമ്പ് കൃഷി ഇറക്കിയിരിക്കുന്നതാണ് ആ ലാൻഡ് എന്ന് പറയുന്നത്. കണ്ടോ, അയ്യോ എന്നാ ഭംഗിയുള്ള പരന്ന ഭൂപ്രദേശം അല്ലേ. ദൈവമേ, ഇസ്രായേലിനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് നമിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാം, മാംഗോ കൃഷിയാണ് നടക്കുന്നത്. അവിടെ കെട്ടിമറച്ച് കൃഷി നടത്തുന്നത് കാണാൻ പറ്റും. ഇത് വന്നിട്ട് നമ്മുടെ ഇതില്ലേ, ഏതാ ചോളം കൃഷി, അതാണ് ആ സമയത്ത് കാണുന്നത്. ചോളം കൃഷിയാണ് അപ്പുറത്തെ സൈഡിൽ കണ്ടത്. എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇത് ഓറഞ്ചാണ്, ഓറഞ്ച് തോട്ടങ്ങൾ കൃഷിയാണ് കാണുന്നത്. അത് വീണ്ടും നിങ്ങൾക്ക് ഓറഞ്ച് കൃഷി കാണാൻ പറ്റും. ചോളമാണ് സെൻറ്ററിൽ, ഇത് ഓറഞ്ചാണ്, ഫുള്ള് ഓറഞ്ച് കൃഷിയാണ്. ഓറഞ്ചൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും മൊത്തം. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ചോളം, പിന്നെ ചില ഭാഗത്ത് നമുക്ക് ഇതിനിറക്കാനുള്ള, അതായത് പശുവിന് കൊടുക്കാൻ മാത്രമുള്ള പുല്ല് കൃഷി ചെയ്യുന്നതുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ചോളത്തിൻ്റെ വിത്തിറക്കിയതാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇല്ല, കണ്ടോ, ഇത് വന്ന് കിത്ത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പ് ഒരു ഭാഗത്ത്. ഇത് അവോക്കാദോയാണ് ഈ കാണുന്നത്, അല്ല ഓറഞ്ചാണ്, അവോക്കാദോയല്ല. അങ്ങനെ അയ്യോ, എന്തെല്ലാം തരത്തില് കൃഷികൾ. ഈ
ഇപ്രാവശ്യം ലാൻഡ് ഒരുപാട് കൃഷി ഇപ്രാവശ്യം ഇറക്കുന്നുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പിനെസ് തന്നെയാണ് യാത്ര എന്ന് പറയുന്നത് തന്നെ. കാരണം നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ യെരുശലേമിലാണല്ലോ നമ്മൾ ഇസ്രായേലിലാണല്ലോ യാത്ര ചെയ്ത് പോകുന്നത്. അതൊരു ഭാഗത്ത് സന്തോഷം പകരുമ്പോൾ മറുഭാഗത്ത് ഒരിക്കലും ഒരു യാത്ര ഒരു മുഷിപ്പായിട്ട് തോന്നില്ല. ഒന്നാമത്തെ കാര്യം ബസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിരിക്കുന്ന ബസ് എന്ന് പറയുന്നത് ആ കാണുന്നതെല്ലാമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവോക്കാഡോയാണ് ആ കാണുന്ന കൃഷി എന്ന് പറയുന്നത്. ഇതല്ല ഇത് ഇടയ്ക്ക് ഇത് വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിറാസ് എന്ന് പറയുമ്പോൾ ചോളം കൃഷിയാണ് ഈ കാണുന്നത്. എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ കൃഷികൾ. ഇനിയിപ്പോൾ ലാൻഡില് ആ സൈഡിൽ കാണുന്നത് ചോളം കൃഷിയാണ്. അങ്ങനെ ഈ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എന്താ പറയുക കൃഷി കൊണ്ടും പച്ചപ്പ് കൊണ്ടും ഒക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് സെക്കര്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ യെരുശലേമിലേക്ക് കൊണ്ടുവന്ന്, ഞാൻ നിങ്ങളെ ഇസ്രായേലിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൃഷി സമാധാനത്തോടു കൂടി നിങ്ങൾ നോക്കിയേ, കണ്ണെത്താ ദൂരത്ത് ഇത്രമാത്രം പച്ചപ്പിലൊരു കൃഷിയും പ്രദേശവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എത്ര അനുഗ്രഹമാണ് പ്രിയ സഹോദരങ്ങളെ. ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ വചനങ്ങളെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ് ഈ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. കാരണം സെക്കര്യാ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിൽ എന്താണോ കർത്താവ് പറഞ്ഞത്, ദീപമോളെ ആ വാക്യം ഒന്ന് എഴുതിയിട്ടേക്കണേ. കർത്താവ് വിധ നിനക്ക് സമാധാനത്തോടു കൂടിയുള്ളതായിരിക്കും, നിനക്ക് ഭൂമി അനുഭവം തരും എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് മുന്തിരി നിനക്ക് ഫലം തരും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു, നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് മുന്തിരി കൃഷിയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇത്രമാത്രം എന്താ പറയാ, ലോകത്ത് അഗ്രികൾച്ചറിൽ നമ്പർ 1 ഇസ്രായേലാണ്. നമ്മുടെ കേരളത്തിലുള്ളവർ പോലും വന്ന് ഇസ്രായേലിന്റെ അഗ്രികൾച്ചറിന്റെ മെത്തേഡ് പഠിച്ചിട്ട് പോവുകയില്ലായിരുന്നു ചെയ്തേ. കേട്ടോ, എത്ര പരന്ന ഇതെല്ലാം ചോളമാണ്. ഒരു ഭാഗത്ത് ചോളം. എന്റെ ദൈവമേ, ലാൻഡ് നോക്കിയേ. ആ മേളിൽ കാണുന്നത് ചോളവും അല്ല, മേളിൽ കാണുന്നത് ഗോതമ്പും താഴെ കാണുന്നത് ചോളവുമാണ്. കർത്താവിന്റെ വചനം എത്ര മഹത്വമേറിയതാണ്. ദൈവം തന്റെ ജനത്തിന് കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിച്ച് മാനിച്ച് നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പ്രിയ സഹോദരങ്ങളെ. കാരണം എത്ര പറഞ്ഞാലും മതി വരത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ. ദൈവവചനത്തിലെ ഈ വാക്യങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇസ്രായേലിലെ കാഴ്ചകളും കാണുമ്പോഴാണ് നമുക്ക് ആ വിശ്വാസത്തെ കൂടുതൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നത് തന്നെ. കാരണം കർത്താവ് പറഞ്ഞതൊന്നും വൃഥാവല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് സ്വന്തമായി തരുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ വലത്തോട്ടും തെക്കോട്ടും ഇടത്തോട്ടും ഒക്കെ നീ തിരിഞ്ഞു നോക്ക്, നീ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് സ്വന്തമാക്കി തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. ഇസ്രായേലിന്റെ ശേഷിപ്പുള്ളവരെ ദൈവം മടക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ ശേഷിപ്പുള്ളവരെ ദൈവം മടക്കി കൊണ്ടുവന്ന് അവരെ ഇപ്പോൾ ഇസ്രായേൽ പാർപ്പിച്ചിരിക്കുന്നു. പക്ഷെ ശത്രുക്കൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ശത്രുവിനെ അത് കണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, ശത്രുവിനെ അത് പൊറുക്കില്ലല്ലോ, സമാധാനമില്ലല്ലോ ശത്രുവിന്. ഇത്രയും മനോഹരമായ ദേശം ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു, തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു കാണുമ്പോഴത്തേക്കും കണ്ണുകടി എപ്പോഴും അവനുണ്ടാകുമല്ലോ. ആ കണ്ണുകടിയാണ് ഇസ്രായേലിനെ തകർത്ത് കളയുവാൻ വേണ്ടി അവൻ നോക്കുന്നത് തന്നെ. പക്ഷേ ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവം എപ്പോഴും ഇസ്രായേലിനൊപ്പം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ എന്നാ രസമുണ്ട് നിങ്ങൾക്ക് നോക്കിയേ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തിരുന്നു രാവിലെ ഞാൻ ഇതിൽ യാത്ര ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് തിരിച്ചു പോകുമ്പോൾ ലൈവ് ചെയ്തേക്കാം നിങ്ങളെ. നമ്മുടെ മഞ്ഞ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇതൊക്കെ ഇവിടെ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. മുള്ളും പറക്കാരയുമായിട്ടിരുന്ന സ്ഥലത്തെല്ലാം പൂക്കൾ തനിയെ പൂക്കും. അതും ഇത്ര ഭംഗിയുള്ള പൂക്കളാണ്
എന്താണെന്നറിയാമോ ഇസ്രായേലിൽ പൂക്കുന്നത്? അതാണ് എനിക്കെന്നെ അതിശയം തോന്നാറുണ്ട്. വെറും കാട്ടിനകത്ത് പൂക്കുന്ന പൂക്കൾ പോലും ഇസ്രായേലിനകത്ത്, അതായത് മുള്ളും പറക്കാരെയും മുളച്ചു നിന്ന സ്ഥലങ്ങളിൽ പിന്നീട് പൂക്കുന്ന പൂക്കളെന്ന് പറയുന്നത് പോലും അതിശയം തോന്നുന്ന തരത്തിലുള്ള പൂക്കളാണ്. മുന്തിരി, ഇതാണ് മുന്തിരി കൃഷി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് മുന്തിരി കൃഷി. മുന്തിരി തുടങ്ങിയിട്ടേ ഉള്ളൂ കൃഷി. ഇസ്രായേലിന്റെ മുന്തിരി എന്നൊക്കെ പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. അതായത് ലോകരാജ്യങ്ങളിലും എല്ലാ തീന്മേശകളിലും ഏറ്റവും കൂടുതലും ഇസ്രായേലിലുള്ള പഴവർഗ്ഗങ്ങളാണ് പോകുന്നത്. കാരണം ഇസ്രായേലിലെ പഴവർഗ്ഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതലും വില കൊടുത്ത് ആൾക്കാർ മേടിക്കാൻ നോക്കുന്നത്. ഏറ്റവും ഗുണമേന്മയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ഇസ്രായേലിലുള്ള ഫ്രൂട്ട്സിനാണ്. അതുകൊണ്ട് ഇത് വന്നിട്ട് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇത് മുന്തിരിയാണ്. ഈ കമ്പ് പോലെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ മുന്തിരിയാണ്. ഇസ്രായേലിന്റെ ഫ്രൂട്ട്സുകൾക്കാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതലും, ലോകത്തിലുള്ള എല്ലാ തീന്മേശകളിലും അറബ് രാജ്യങ്ങളിൽ പോലും എത്തുന്നത് ഇസ്രായേലിന്റെ ഫ്രൂട്ട്സ് ആണ്. ജോർദാന്റെ ലേബലിലൊക്കെയാണ് ഇവിടുന്ന് അറബ് രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. ഇപ്പം ദുബായിലൊക്കെ ഡയറക്റ്റ് എടുക്കുന്നുണ്ട്. ജോർദാന്റെ ലേബലിലായിരുന്നു പണ്ട് എടുത്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ ഡയറക്റ്റ് തന്നെ ദുബായിലൊക്കെ എടുക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഫ്രൂട്ട്സുകളെല്ലാം. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലെ ഫ്രൂട്ട്സ് ആണ് പോകുന്നത്. അതായത് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലും അവിടെ ഇവിടെയൊക്കെ പോയി നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇസ്രായേലിന്റെ പഴവർഗ്ഗങ്ങളും ഒക്കെ അവിടെയൊക്കെ. അപ്പോൾ ഈ ടെലവീവിൽ നിന്നും ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ വഴിത്താരകളിലെല്ലാം തന്നെ ഇതുപോലെ നിന്ന് കൃഷിയിടം കാണാൻ പറ്റും. ഇത് ഓറഞ്ച് തോട്ടമാണ്. ഓറഞ്ച് കൃഷിയാണ് കാണുന്നത് മൊത്തം. ഓറഞ്ചുകളെല്ലാം പിടിച്ച് നിപ്പുണ്ട്, ശരിക്കും തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം ഫീൽ ആകുന്നില്ലേ നിങ്ങൾക്ക്? മുന്തിരിയും ഉണ്ട് ഓറഞ്ചും ഉണ്ട്, രണ്ടും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുക. ഓറഞ്ചുകളെല്ലാം കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലുള്ളതെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അകത്തുള്ള കൃഷി നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. വണ്ടി കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അത് ഗോതമ്പാണ് ആ ലാൻഡിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. ആ പച്ച കളർ കാണുന്നത് ഗോതമ്പാണ്. ഇസ്രായേലിലെ ഗോതമ്പുകളെല്ലാം ഒത്തിരി എക്സ്പോർട്ടിംഗ് ആയിട്ടാണ് പോകുന്നത്. വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലും ഒക്കെ ആയിട്ടുള്ള നല്ല കൂടിയ എക്സ്പോർട്ടിംഗ് ആയിട്ടാണ് ഇസ്രായേലിലുള്ള ഗോതമ്പുകളൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇസ്രായേലിൽ ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ടെലവിയിലായിരുന്നല്ലോ. ഞാൻ ടെലവിയിലായിരുന്നിട്ട് ഞാൻ ടെലവിയിൽ നിന്നും ജെറുസലേമിലേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ 126 സങ്കീർത്തനം 1-ാം വാക്യം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങൾ സിയോനിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വണ്ടടിച്ചിരിക്കുവാണ്. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഞാൻ യെരുശലേമിലേക്ക് കാണാൻ പോകുന്നേ, ഞാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൽ എത്തിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് കണ്ട് അതിശയിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പ്രിയ സഹോദരങ്ങളെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാകാത്തൊരു സ്വപ്നമാണ് യെരുശലേമിലേക്ക് വരിക എന്ന് പറയുന്നത്, ഇസ്രായേലിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ. വേറെ എവിടെ പോയാലും, അതായത് സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം. ദൈവം നമ്മളോട് പറഞ്ഞാൽ, വാഗ്ദത്തം ചെയ്ത ദൈവം അത് വാക്ക് മാറത്തില്ല, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ദൃക്സാക്ഷിയാണ് ഞാൻ. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ മനുഷ്യരെല്ലാം വിധി എഴുതി ഇവള് പോകത്തില്ല, ഇവളെ ദൈവം കൊണ്ടുപോകത്തില്ല, ഇവള് പാസ്റ്റർമാർക്ക് വിരോധമായിട്ട് സംസാരിച്ചവളാണ്. സങ്കീർത്തനം 126-ന്റെ 1-ാമത്തത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്നും പറയണ്ട. ഞാൻ സ്വപ്നമാണോ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാത്ത വിധത്തിൽ ഞാൻ തന്നെ വണ്ടടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സത്യത്തിൽ ഞാൻ യെരുശലേമിലേക്ക് ഇസ്രായേലിലേക്ക് വന്നപ്പോൾ എന്ന് പറയുന്നത് തന്നെ. അതായത് ഞാൻ ദൈവവചനം പാസ്റ്റർമാർക്ക്
യഹൂദന്മാർക്ക് വിരോധമായിട്ടൊക്കെ സംസാരിച്ച് അന്ന് നാട്ടിലിരിക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഇവരിങ്ങനെ വിത്ത് ഇറക്കിയിരിക്കുന്ന ആ രീതി എന്ന് പറയുന്നത് അയ്യോ എന്നാ ഭംഗിയുണ്ട്. കർത്താവേ, എൻ്റെ അപ്പച്ച, സ്തോത്ര 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 അപ്പ. ഇസ്രായേലിൻ്റെ ദൈവം അതായത് നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അയ്യോ, എൻ്റെ അപ്പം ജീവനുള്ള ദൈവമാണ് എന്നുള്ളതിന് ഈ കാഴ്ചകൾ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ കാഴ്ചകൾ മതി എൻ്റെ അപ്പൻ ജീവനുള്ള ദൈവമാണ് എന്ന് പറഞ്ഞ് അറിയണമെങ്കിൽ. എൻ്റെ അപ്പൻ്റെ പ്രവചനം ഒന്നും നിവർത്തിക്കാതെ പോകത്തില്ല, എൻ്റെ അപ്പൻ പറഞ്ഞതൊന്നും നടത്താതിരിക്കത്തില്ല എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ മാത്രം ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി. കാരണം എന്തുമാത്രം ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പാലും തേനും ഒഴുകുന്നൊരു ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. ഈ ലോകത്ത് ഏറ്റവും അധികം പാല് കൊടുക്കുന്ന ഇസ്രായേലിലെ പശുക്കളാണ്. അതായത് കുറച്ച് പശുക്കളെ ഉള്ളെങ്കിൽ പോലും ആ പശുക്കളായിരിക്കും ഏറ്റവും ആരോഗ്യമുള്ള പശുക്കൾ എന്ന് പറയുന്നത് ഇസ്രായേലില്. അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തേന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ തേനെന്ന് പറയുമ്പോൾ നമ്മൾ ആ തേനെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തേനീച്ചകളിൽ നിന്നും വരുന്ന തേനെയായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ ഇസ്രായേലിന് പാലും തേനും ഒഴുകുന്നു വെച്ച് കഴിഞ്ഞാൽ തമാർ, അതായത് തമാർ എന്ന് പറയുന്നത് ഈന്തപ്പഴത്തിന്റെ തേനെയാണ് ദൈവവചനത്തിൽ തേനെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അല്ലാതെ നമ്മുടെ തേനീച്ചകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തേനില്ലേ, ആ തേനിനെ കുറിച്ചല്ല എഴുതി വെച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന തേനെന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് എന്ന് പറയുന്നത് തന്നെ ഈന്തപ്പനയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈന്തപ്പനയിൽ നിന്നും തമാറിൽ നിന്നും ലഭിക്കുന്ന തേനാണ്. തമാർ എന്ന് പറഞ്ഞ് ബൈബിളിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നമ്മുടെ യൂദയുടെ ഭാര്യയുടെ പേരാണ് തമാർ എന്ന് പറയുന്നത് തന്നെ. മരുമകൾ, യൂദയുടെ മരുമകൾ. ആ യൂദയുടെ മരുമകളിലാണ് നമ്മുടെ യേശുവ ജനിക്കുന്നതൊക്കെ തന്നെ. തമാറിന്റെ സന്തതി പരമ്പരയാണ്. അപ്പോൾ ഈ തമാർ എന്ന് പറയുന്നതിന് ഈന്തപ്പഴത്തിന് പറയുന്ന എബ്രായ പേരാണ് തമാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്രായേലിൽ കുറേ മക്കൾക്കൊക്കെ തമാർ 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 എന്ന് പറഞ്ഞ് പേരിടാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ വെടിപ്പുള്ള, അതായത് ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഏറ്റവും കൂടുതൽ സ്വാദ് നിറഞ്ഞതും ഇസ്രായേലിലെ ഈന്തപ്പഴങ്ങളാണ്. അതായത് എരിഹോവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈന്തപ്പഴങ്ങൾക്കാണ് ഏറ്റവും സ്വാദുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം. സൗദിയിലൊക്കെ ഈന്തപ്പഴമൊക്കെ വലിയ ഈന്തപ്പഴമാണ്, പക്ഷെ ഇതിന്റെ സ്വാദ് അറിയണമെങ്കിൽ ഇത് ഇസ്രായേൽ ഈന്തപ്പഴത്തിന് തന്നെയാണ് അതിന്റെ സ്വാദുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് മരുഭൂമിയെ നീ മലർവാടിയാകാൻ യഹോശുവ നാമത്തിനാൽ. സൗമ്യ, തീർച്ചയായിട്ടും കർത്താവ് അസാധ്യമീ വഴി മാറുക മാറുക യേശുവ നാമത്തിനാൽ. അസാധ്യങ്ങളെല്ലാം വഴിമാറി പോകുന്നത് യേശുവ നാമത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞാനിത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കർത്താവ്, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, കർത്താവിൻ്റെ വചനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എന്നെയും കാണാം, ലാൻഡും കാണാൻ പറ്റും. നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ, വചനത്തിൽ പറഞ്ഞതെല്ലാം തന്നെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിവർത്തിച്ചു എന്നുള്ളത്. അതായത് ദൈവവചനം പറഞ്ഞതെല്ലാം തന്നെ നിങ്ങളിപ്പം നിത്യരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും എന്ന് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി 100% നിങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു തെളിവാണ്. ലോകം മുഴുവനും എനിക്കെതിരെ വിധി എഴുതിയതാണ് പ്രിയ സഹോദരങ്ങളെ. എന്റെ ലാൻഡ് നോക്കി, എന്റെ പുറവശത്ത് അപ്പോ എന്നെ ഭംഗിയാണ്. അയ്യോ എന്റെ ദൈവമേ, ഇത് എത്ര മനോഹരമാണ്. ഇസ്രായേലിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ഉണ്ടാകുന്നില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ക്യാമറയെ കൊടുത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീൽ ഉണ്ടാകുന്നു. അപ്പം ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ. അപ്പോൾ ദൈവവചനത്തില് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ നിത്യരാജ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ വേർതിരിച്ചതിന്റെ ആ യഥാർത്ഥ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. അന്ത്യകാലഘട്ടത്തിൽ യഥാർത്ഥത്തിന്റെ സത്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ദൈവം എന്നെ
കട്ടായി പോകുന്നു. അതുകൊണ്ടാണ്. ഗോഡ് ബ്ലെസ് യു മുത്തേ. ചെറുതായിട്ട് മങ്ങല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ യെരുശലേമിലോട്ട് കയറി കഴിഞ്ഞു. നമ്മള് അതാണ് യെരുശലേമിലോട്ട് അകത്തോട്ട് നമ്മള് ഇനിയുള്ളത് ടെലവീവ് കഴിഞ്ഞു. നമ്മള് പകുതി ഭാഗം കഴിഞ്ഞു. യെരുശലേമിലോട്ടുള്ള പ്രദേശമാണ്. ഇനി നിങ്ങൾക്ക് മലയും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഏറ്റവും കൂടുതലും നിരപ്പായ ലാൻഡുകളൊക്കെ ഉള്ളത് ടെലവീവിലാണ്. ഇനി യെരുശലേമിലോട്ട് കയറുമ്പോഴത്തേക്കും മലകൾ പോലുള്ള ലാൻഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തന്നെ. നിങ്ങൾക്ക് ഉണ്ടോ ആ മരങ്ങൾ കണ്ടോ? താഴെയൊക്കെ അനവ്യം, അതായത് ഇത് വന്നിട്ട് നമ്മുടെ തമാർ നേരത്തെ ഈന്തപ്പനം, അതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത് അനവ്യം എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ. അങ്ങനെ മുന്തിരി നിനക്ക് അനുഭവം തരും. ഫുള്ള് നിങ്ങൾ നോക്കിയേ, എന്തോ ഒരു പച്ചമിൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വണ്ടി പോകുന്നത്. കാരണം ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ കാർമേഘം വന്ന് തടുത്ത് നിർത്തിയിരിക്കുക, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിൽ. ഓക്കെ, എനിവേ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 100% ഞാൻ ഈ പറഞ്ഞു കൊണ്ടുപോയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളും മർമ്മങ്ങളും നിങ്ങൾക്ക് 100% വിശ്വാസയോഗ്യമാവണ്ണം നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അത് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് പ്രിയ സഹോദരങ്ങളെ. ഞാൻ നിത്യരാജ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്തും നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നും ഇത് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവ് തന്നെയാണ് എൻ്റെ ലൈഫ്. ഞാൻ ഈ പാസ്റ്റർമാർക്ക് വിരോധമായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതലും നിങ്ങൾക്ക് ഈ വണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, ആ വണ്ടി കിട്ടും. ഒരു അത്യാവശ്യം ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ്. ഉണ്ടോ, ലാൻഡിലൊക്കെ മഞ്ഞ കളർ പൂ തുടങ്ങിയുണ്ടോ? ഇതാണ് യെരുശലേമിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് മലകളെ ഇങ്ങനെ കാണാൻ പറ്റും യെരുശലേമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക്. അതായത് ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വഴിയിൽ കുറച്ച് വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുവേ ഇങ്ങോട്ട് പോകുന്ന സമയത്ത്. കെദ്രോൺ തോടിലൊക്കെ ഇപ്പോൾ എന്തുമായിരിക്കും. മഞ്ഞ കളർ പൂക്കൾ വന്നു തുടങ്ങിയത്. കെദ്രോൺ തോടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മഞ്ഞ കളർ പൂക്കൾ മാത്രമല്ല കാണാൻ പോകുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ട് തരാം നിങ്ങൾക്ക് കെദ്രോൺ തോടിൻ്റെ. നമ്മളിപ്പോൾ ഓൾറെഡി യെരുശലേം മലയിലായതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, മലയും ഇങ്ങനെ കാണാൻ പറ്റും തന്നെ. അയ്യോ, വലിയൊരു ട്രാഫിക്. കർത്താവേ, ഈ ട്രാഫിക് വലുതാണേ എൻ്റെ പൊന്നപ്പച്ചി. ഈ ട്രാഫിക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണേ. ഒട്ടനൊരു ട്രാഫിക്കാണ്. എങ്ങനെ ഈ ട്രാഫിക്കിൽ നിന്ന് ഞാൻ കടക്കും? ഓക്കെ, ട്രാഫിക് ആ ഭാഗത്ത് കിടക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇസ്രായേലിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, ഇസ്രായേലിലേക്ക് ഒരിക്കലും ഞാൻ കടക്കത്തില്ല. എന്നോട് ആൾക്കാർ പറഞ്ഞതെന്നറിയാമോ? പാസ്റ്റർമാർക്ക് വേണ്ടി എതിരെ സംസാരിച്ച നീ, ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിച്ച നിന്നെ ദൈവം വാഗ്ദത്ത ദേശമായ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുമെന്ന് നിനക്ക് തോന്നൽ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിൽ നീ അതങ്ങ്
എപ്പോ സംഭവിച്ചു? ഞാൻ പോലും അറിഞ്ഞില്ല. വല്ല പ്രാവും പറന്നു പോയി എന്തെങ്കിലും ചെയ്തതായിരിക്കും. നിങ്ങൾ നോക്കിയേ. ഓക്കെ. അയ്യേ, ആ പോട്ട് ജാക്കറ്റിനകത്ത് ആയതുകൊണ്ട് ക്ഷമിച്ചു ഞാൻ. ഓക്കെ, ആകുന്നുണ്ട്. അത് ജാക്കറ്റിലായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ മറ്റേ ഇൻകരികർ നഗറിൽ കാക്ക തൂറി നത്ത വന്നത്. അപ്പൊ അവൻ പറയുന്നത് കാക്കറിയാൻ്റെ കക്കൂസ് ഇവിടെ നിന്ന്. അത് കണക്ക് കൂടിയായി മാറിയേനെ. എന്തായാലും ഇത് ജാക്കറ്റിലായിരുന്നു. അവന് കുഴപ്പമില്ല, തുടയ്ക്കുക കഴുകി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ യെരുശലേമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മൗണ്ടനാണ്. നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ മലകളെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ് യെരുശലേം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അയ്യോ, ഇത് ട്രാഫിക് കർത്താവേ, എന്നെ വേഗം കൊണ്ട് എത്തിക്കാം പിച്ചി. ഓക്കെ, ഉണ്ടോ ട്രാഫിക് ഉണ്ടോ നിങ്ങൾ? അയ്യോ, കത്താവേ കത്താവേ കത്താവേ, വേഗത്തിൽ ഒന്ന് കൊണ്ടുപോപ്പാ. ഈ ട്രാഫിക്കിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോപ്പാ. ഇവിടെ രണ്ട് വഴിയായിട്ട് അങ്ങ് തിരിയുന്നതുകൊണ്ടായിരിക്കും ആ ട്രാഫിക്. അയ്യോ, എനിക്ക് ടെൻഷൻ അടിക്കുക. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുണ്ട്. കേരള മലയാളി ചെന്നിട്ട് ധൃതിയുണ്ടോ? ഉണ്ട്, ഡ്യൂട്ടിക്ക് കയറണം. ഇന്ന് ഡ്യൂട്ടി 10 മണി വരെ ഉള്ളൂ. അപ്പം ഇനിയിപ്പം പോയിട്ട് ഡ്യൂട്ടിക്ക് കയറിയിട്ട് 10 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങണം. അപ്പോൾ 10 മണിക്ക് ഡ്യൂട്ടി ഇറങ്ങേണ്ട ഞാൻ ഇന്ന് കൃത്യസമയം ഡ്യൂട്ടിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ ചോദിക്കും എൻ്റെ ഡ്യൂട്ടി ടൈം വീണ്ടും കുറയുമല്ലേ. ഇപ്പം തന്നെ 3:30 ഡ്യൂട്ടിക്ക് കയറേണ്ട ടൈം ഇപ്പം 3:28. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു അരമണിക്കൂർ വീണ്ടും എന്ത് ചെയ്യും, ട്രാഫിക് ബ്ലോക്ക് ആവും. ട്രാഫിക് ബ്ലോക്കായാൽ 4-4:30 4:15 ഒക്കെ ആകും ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പം നമുക്ക് മാക്സിമം നോക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അല്ലാണ്ട് ഇനി എന്താ ചെയ്യാനാ. ഓക്കെ. അപ്പോൾ യെരുശലേം വന്നപ്പോൾ കണ്ടോ നിങ്ങൾ ആ പ്രത്യേകത തിരിച്ചറിഞ്ഞുണ്ടോ? നേരത്തെ ടെലവീനിലായിരുന്നപ്പോൾ നിങ്ങൾ ലാൻഡ് കണ്ടു. യെരുശലേം വന്നപ്പോഴത്തേക്കും ലാൻഡൊക്കെ മാറി. യെരുശലേം വന്നപ്പോഴത്തേക്കും ഒരു ആക്സിഡന്റ് എങ്ങാണ്ട് നടന്നിരിക്കുന്നു. ചുമ്മാതെയല്ല ട്രാഫിക് വന്നത്. അയ്യോ, ഇപ്പം ശരിയായി. ഇടയിലെങ്ങാണ്ട് വിട്ട് ആക്സിഡന്റ് നടന്നുകൊണ്ടാണ്. ഫാസ്റ്റായിട്ട് പോ. ജെറുസലേം 20 കിലോമീറ്റർ 20 കിലോമീറ്റർ ഉണ്ടോ ഇനി? എൻ്റെ അപ്പോ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഷോറേഷ്. ഓക്കെ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ നാട്ടിലായിരുന്ന സമയത്തുണ്ടല്ലോ, എന്നെ ഇസ്രായേലിലേക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ വഴിയിൽ ഇവൾ പിശാചിൻ്റെ സന്തതിയാണ്, ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിക്കുകയാണ്, ദൈവവചനത്തിന് വിരോധമായി ഇവൾ സംസാരിക്കുന്നു, ഇവളെ ദൈവം തിരഞ്ഞെടുത്തൊന്നുമല്ല, ഇവളെ ദൈവം ഒരിക്കലും തിരഞ്ഞെടുക്കത്തുമില്ല, എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പച്ചയ്ക്ക് എന്താ പറയുക, ആൾക്കാർ എനിക്കെതിരെ കുതന്ത്രങ്ങളൊക്കെ പെരുമാറുകയും എന്നെ ഇസബേലിൻ്റെ ആത്മാവുള്ളവളെന്ന് മുദ്ര കുത്തുകയും അതുകൊണ്ട് ദൈവം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലേക്ക് അതിക്രമം കാണിച്ച് ഇസ്രായേൽ ജനത്തിനെ കനാൻ ദേശത്തിലേക്ക് കടത്തിവിട്ടില്ല, അതുപോലെ തന്നെ ഇവളെയും ദൈവം എന്ത് ചെയ്യത്തില്ല, കനാൻ ദേശത്തിലേക്ക് കടത്തിവിടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഭയങ്കര ഇതായിരുന്നു എനിക്കെതിരെ. പക്ഷെ ഞാൻ ദൈവമല്ലേ വാഗ്ദത്തം ചെയ്ത ദൈവമായതുകൊണ്ട് നിവർത്തിപ്പാനും ദൈവത്തിന് കഴിയുമല്ലോ.